Queridos jóvenes, también Dios se fija en ustedes y los llama, y cuando lo hace, está mirando todo el amor que son capaces de ofrecer. Como la joven de Nazaret, pueden mejorar el mundo para dejar una huella que marque la historia, la de ustedes y la de muchos. La Iglesia y la sociedad los necesitan. Con sus planteos, con el coraje que tienen, con sus sueños e ideales, se caen los muros del inmovilismo y se abren caminos que nos llevan a un mundo mejor, más justo, menos cruel y más humano. ലോകം മുഴുവൻ അലയടിച്ച ഫ്രസ്ട്രേറ്റഡ് യൂത്തിൻ്റെ ഫേസായ ധാരാളം ബാൻഡുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ പാടി തകർത്തത് എനിക്ക് എന്തു വേണം, എനിക്ക് സമാധാനം വേണം, സമാധാനം വേണം എന്നാ. പക്ഷെ ഒരു കൈ അകലത്തിൽ ഈ സമാധാനം കൊടുക്കുന്നവനെ കണ്ടെത്താൻ പറ്റിയില്ലെന്നുള്ളതാണ് അവരുടെയൊക്കെ പരാജയം. ഞാൻ കാണുന്ന ധാരാളം ആത്മഹത്യകൾ, ധാരാളം കൊലകൾ, ധാരാളം വഞ്ചനകൾ. ഞാൻ വിചാരിക്കുന്നു ഒരു ജോയ്ഫുൾ ലൈഫ്, ഒരു ഹാപ്പി ലൈഫ്, ഒരു പീസ്ഫുൾ ലൈഫ് നമുക്കില്ലാത്തതുകൊണ്ടാണ്. യാക്കോബ് ശ്ലീഹ 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങൾ നിറഞ്ഞതും ആണ്. അത് അനിശ്ചിതമോ ആത്മാർത്ഥതയില്ലാത്തതോ അല്ല. ഒന്നാമത്തെ ചിന്ത ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. സുഹൃത്തെ, നിന്റെ ജീവിതത്തിൽ ശാന്തി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലുമൊക്കെ നിനക്കൊരു സമാധാനം ഇല്ലാതെ വരുന്നുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലുമൊക്കെ നീ ഒറ്റപ്പെട്ടു പോകുന്നു എന്നൊരു തോന്നലുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലുമൊക്കെ നിന്നെ ആർക്കും വേണ്ട എന്നൊരു ചിന്തയുണ്ടെങ്കിൽ, തിരിഞ്ഞു നോക്കാൻ പറ്റിയ ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥലം, തിരിഞ്ഞു നോക്കാൻ പറ്റിയ ലോകത്തിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം യേശു ക്രിസ്തുവാണ്. നിന്റെ മുമ്പിൽ അതിനൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കാതെ വരുമ്പോഴാണ് നീ ചുറ്റും നോക്കുന്നത്. ആ ഓപ്ഷൻ നിനക്ക് തിരഞ്ഞെടുക്കാനാവാതെ വരുമ്പോഴാണ് നീ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കുന്നത്. ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നിന്നേക്കാൾ ഫ്രസ്ട്രേറ്റഡ് ആയ, നിന്നേക്കാൾ പീസ്ലെസ് ആയ, നിന്നേക്കാൾ മനസ്സമാധാനമില്ലാത്ത ഒരുവന്റെ മുമ്പിലേക്ക് നീ പോകേണ്ടി വരുന്നത്. അവിടെ നിനക്ക് തരുന്നത് സന്തോഷമല്ല. അവിടെ നിനക്ക് ഈ ദിവസങ്ങളിലൊക്കെ പത്രത്തിൽ വായിക്കുന്നു, ധാരാളം ചെറുപ്പക്കാരെ കഞ്ചാവുമായിട്ട് പിടിക്കുന്നു. ധാരാളം തൃശ്ശൂർ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, 2 ചെറുപ്പക്കാര് മറ്റു 2 ചെറുപ്പക്കാരെ വണ്ടിയിടിച്ച് കൊല്ലുന്നു. മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കഥയുടെ ലോകത്ത് ജീവിക്കുമ്പോൾ, അതാണ് സുഖമെന്ന് കരുതുമ്പോൾ, അതിനു വേണ്ടിയിട്ട് എല്ലാം കൊടുക്കാൻ തയ്യാറാവുമ്പോൾ, തൊട്ടടുത്ത് നിന്നോട് ചേർന്ന് നീ ഒന്ന് നോക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നിന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന തിരിച്ചറിവ് നിനക്ക് ഉണ്ടാവേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ മുൻപോട്ട് പോകുന്നു. 2-ാമത്തെ ചിന്ത ഇതാണ്, ലിവ് ഇൻ കമ്മ്യൂണിറ്റി വിത്ത് അതർ ക്രിസ്ത്യൻസ്. ക്രൈസ്റ്റിൻ്റെ ട്രെയ്റ്റുകൾ കൊണ്ടുകിടക്കുന്ന ആരെയും നമുക്ക് ക്രിസ്ത്യൻ എന്ന് വിളിക്കാം. ചിലപ്പോഴെങ്കിലുമൊക്കെ
ധാരാളം ആളുകൾക്ക് പ്രശ്നം. ഞാൻ എന്നോട് ആൻ്റണി പരിചയപ്പെടുത്തി പറഞ്ഞു, ഞങ്ങളൊരു സിവിൽ സർവീസ് ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു മോഡൽ സിവിൽ സർവീസ് എക്സാം കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രമിക്കുന്നത് കേരളത്തിലുള്ള ഇന്ത്യയിൽ ഡിഗ്രി പാസ്സായ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏക പരീക്ഷയാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം. പക്ഷേ കേരളത്തിൽ ഡിഗ്രി കഴിഞ്ഞ് ഏകദേശം 3% ആളുകൾ മാത്രമേ അത് എഴുതുന്നുള്ളൂ. അതിന് കാരണം നമുക്കത് കിട്ടില്ലെന്നുള്ള വിചാരം. ഞാൻ പെട്ടെന്ന് വരുന്നു. ഞങ്ങൾ 7ാം ക്ലാസ്സൊക്കെ മുതലുള്ള കുട്ടികൾക്ക് ഈ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ്. അതിന് ട്രെയിനിങ് ഇല്ലേ, അവർക്ക് ചില ഓപ്പറേഷൻ ഓറിയൻറ്റേഷൻസ് എക്സാംസ് കൊടുക്കുക. നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇവർ ഇത്തരം ഒരു കാര്യത്തിലേക്ക് വന്നാൽ ഇവർക്ക് ഇതിനോട് താല്പര്യം ഉണ്ടെന്ന് കണ്ടാൽ വിൽ ബി പുട്ടിങ് ദം ഇൻടു സ്മോൾ ക്ലബ്സ്, ചെറിയ ക്ലബ്ബുകളിലാക്കും, അവരെ റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യും. ഒരു പക്ഷേ ഈ 4 ദിവസം നിങ്ങൾ ഇവിടെ ഇരുന്ന് സ്വീകരിച്ചു കൊണ്ട് പോകുന്നതൊന്നും അടുത്തൊരു 3 ദിവസം കഴിഞ്ഞാൽ നിലനിൽക്കാൻ ഒരു സാധ്യതയില്ല. കാരണം നമ്മൾ തിരിച്ചു പോകും അതേ സ്ഥലത്തേക്കാണ്. ഇന്നലെ ഞാൻ കുമ്പസാരിക്കുന്ന സമയത്ത് എന്നെ കുമ്പസാരിപ്പിച്ച അച്ഛൻ പറഞ്ഞു, ജിൻഡോ, നീ തിരിച്ചു പോകാൻ പോകുന്നത് അതേ സ്ഥലത്തേക്കാണെന്ന് ഓർത്തുകൊണ്ട് വേണം എന്നോട് പാപങ്ങൾ ഏറ്റുപറയാൻ. നീ തിരിച്ചു പോകാൻ പോകുന്നത് അതേ സ്ഥലത്തേക്കാണെന്ന് ഓർത്തുകൊണ്ട് വേണം എന്നോട് പാപങ്ങൾ ഏറ്റുപറയാൻ. നിന്റെ സാഹചര്യങ്ങൾ സിമിലറാണ്, നിന്റെ ചുറ്റുപാടുകൾ സിമിലറാണ്, നീ കണ്ടുമുട്ടുന്ന ആളുകൾ സിമിലറാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന, അതിനെ കടന്നു നിൽക്കാൻ പറ്റുന്ന കൂട്ടായ്മകൾ നിനക്കുണ്ടാവും. നീ തിരിച്ചു പോകാൻ പോകുന്ന അതേ കോളേജിലേക്കാണ്, നീ തിരിച്ചു പോകാൻ പോകുന്ന അതേ കൂട്ടായ്മയിലേക്കാണ്. ഈ ഒരു 5 ദിവസത്തെ ധ്യാനം കൊണ്ട്, ഈ 5 ദിവസത്തെ കൺവെൻഷൻ കൊണ്ട്, ഡാനിയലച്ചൻ്റെ പ്രസംഗങ്ങൾ കൊണ്ട്, രോഗശാന്തി ശുശ്രൂഷകൾ കൊണ്ട്, ഇന്നർ ഹീലിംഗ് പ്രയറുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന വലിയൊരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നിലനിർത്താൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് നിങ്ങൾ ആ കൂട്ടായ്മയിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ്. ഞാൻ 1 യോഹന്നാൻ 4:20 ഇങ്ങനെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ഞാൻ തിരിച്ചു ചെല്ലുന്ന സ്ഥലത്ത്, ഞാൻ കണ്ടുമുട്ടുന്ന ആളുകളിൽ, ഞാൻ സംസാരിക്കുന്ന ആളുകളിൽ, ഞാൻ ഇടപെടുന്ന ആളുകളിൽ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ശ്രീലങ്കയിൽ കണ്ട ഒരു വലിയ എക്സാമ്പിൾ ഉണ്ട്. ഒരു ക്രിസ്ത്യാനിക്ക് മാത്രം ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ്. പള്ളികളിലും വീടുകളിലും സമൂഹത്തിലുമൊക്കെ ബോംബുകൾ വീണ്ടും 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 പൊട്ടുമ്പോഴും അവിടുത്തെ ആർച്ച് ബിഷപ്പ് പറയുകയാണ്, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. We forgive you. We love you. സുഡാനിലെ പരസ്പരം കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന 2 പ്രധാനപ്പെട്ട മുന്നണികളിലെ മനുഷ്യരെ മുമ്പിൽ നിർത്തി അവരുടെ കാൽക്കൽ വീണ് നമിച്ച് പരസ്പരം ക്ഷമിക്കാൻ ആവശ്യപ്പെടാൻ കാണിക്കുന്ന ഒരു വലിയ സ്നേഹം ഒരു ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കാണ് കൊടുക്കാൻ പറ്റുക? അതും ഒരു ഡിഫറൻസ് ആണ് കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ക്യാമ്പസിലും, ഞാൻ പഠിച്ച ക്യാമ്പസിലും, ഞാൻ കണ്ട ക്യാമ്പസിലും ഒക്കെ 1 പറഞ്ഞവനെ 2 തിരിച്ചു പറയുകയും 1 അടിച്ചവനെ 5 അടിക്കുകയും 5 അടിച്ചവനെ കുത്തിക്കൊല്ലുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് എന്നോട് എന്തു പറയുമ്പോഴും അവന് വേണ്ടിയിട്ടുള്ള, അവനോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യതയിൽ ദൈവം എന്നെ സ്നേഹിച്ചതുപോലെ, യേശു ക്രിസ്തു എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും അവനെ സ്നേഹിക്കണം എന്നുള്ള തിരിച്ചറിവിൽ ക്ഷമിക്കാനും സ്നേഹിക്കാനും സാധിക്കുന്ന ഒരു കൊച്ചു സമൂഹമാണ് നമ്മുടെ. വളരെ ചെറിയൊരു സമൂഹം. ഇതൊത്തിരി ആളുകളുള്ള സമൂഹമൊന്നുമല്ല, വളരെ ചെറിയ സമൂഹമാണ്. പക്ഷേ നിങ്ങളുടെ മുൻപിൽ, നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റുന്ന ധാരാളം മാതൃകകളുണ്ട് എന്നതാണ് ഞാൻ വിചാരിക്കുന്നു ഒരു ക്രിസ്ത്യാനിറ്റിയുടെ സൗന്ദര്യം. ധാരാളം മാതൃകകൾ, നമുക്ക് ധാരാളം അതർ സൈഡുകൾ പറയാനുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിലംഘിക്കുന്ന സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും മാതൃകകൾ ഉണ്ടാവാം. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഒരു ക്രിസ്തു അധിഷ്ഠിതമായ, ക്രിസ്തു സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു കമ്മ്യൂണിറ്റി നമുക്കുണ്ടാവാം. 3ാമത്തെ ചിന്ത, ലിവ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഈ ഒരു പ്രായം, ഈ ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യം തരുന്നൊരു കാലം. ഞാൻ നിങ്ങളുടെ പ്രായത്തിൽ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് കുറേയും കൂടെ എൻ്റെ വീട്ടിലൊരു കൺട്രോൾ ഉണ്ടായിരുന്നു എൻ്റെ മേൽ. ഞാൻ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു എന്ന് അറിയാൻ അറ്റ്ലീസ്റ്റ് എൻ്റെ നാട്ടിൽ. ഞാൻ ആദ്യമായിട്ട് ബീഡി വലിച്ചൊരു കാലം ഓർക്കുന്നുണ്ട്. ബീഡി ആദ്യമായിട്ട് വലിക്കുന്നത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 6ൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു ബീഡി വലിക്കുന്നത്. അതിനുശേഷം ഇന്നു വരെ ബീഡി വലിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഞങ്ങളൊരു 6-7 സുഹൃത്തുക്കൾ, ഞാൻ അവിടെ ഒരു ഗവൺമെൻറ് സ്കൂളിലാണ്, ഒരു സാധാരണ 8 സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ബീഡി വലിക്കുന്ന ധാരാളം ആളുകളുള്ള നാടാണ് ഞങ്ങളുടേത്. ഞങ്ങൾ സുഹൃത്തുക്കൾ കൂടി തീരുമാനിച്ച് ഞങ്ങളുടെ സ്കൂളിൻ്റെ പുറകിൽ ഒരു ആറുണ്ട്, ഒരു പുഴയുണ്ട്. ആ പുഴക്കരയിൽ ധാരാളം മുളങ്കാടുകളുണ്ട്.
അപ്പം ഞങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി 6-7 പേരുണ്ട്, ഒരു ബീഡി വാങ്ങിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു ബ്രേക്കിൻ്റെ സമയത്ത്, ഉച്ചയൂണിൻ്റെ സമയത്താണ് എൻ്റെ ഓർമ്മ, ഞങ്ങൾ 6 പേരും കൂടെ ആ മുളങ്കാടിൻ്റെ അകത്തേക്ക് കയറി. ഇവിടെ പല സ്ഥലങ്ങളിലും മുളങ്കാടുകളുണ്ട്, നിങ്ങൾക്ക് പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല. ധാരാളം മുളങ്കാടുകൾ ഇപ്പോൾ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ ഒടിയൻ സിനിമ കണ്ടപ്പോൾ അതിലൊരു ഡയലോഗുണ്ട്, വെളിച്ചം വന്നോടുകൂടി ഒടിയൻ ഇല്ലാണ്ടായി എന്ന് പറയുന്നത് പോലെ സത്യത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകളും മുളകളും വെട്ടിക്കളഞ്ഞപ്പോൾ ധാരാളം പേർക്ക് ജീവിക്കാനുള്ള അവസ്ഥ ഇല്ലാണ്ടായി എന്നുള്ളതാണ് ഈ നാട്ടിലെ അവസ്ഥ. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ഈ മുളയുടെ അകത്ത് കയറിയിരുന്ന് ഞങ്ങൾ 6 പേരും കൂടെ ഒരു ബീഡി വലിച്ചു തീർത്തു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് പുരുഷനായത്. കാരണം പുരുഷനാണെങ്കിൽ ബീഡി വലിക്കണമെന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ചർച്ച. എന്നതായാലും വല്ലാതെ ചമച്ചു, ഛർദ്ദിച്ചു. ഇനി മേലാൽ ബീഡി വലിക്കില്ലെന്ന് തീരുമാനമെടുത്ത് ഞാൻ പുറത്തേക്ക് വന്നു. വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ ഏതാണ്ട് ഉറഞ്ഞു തുള്ളിയ അവസ്ഥയിൽ എൻ്റെ അപ്പൻ അവിടെ നിൽക്കുക. അല്ല കണ്ടപ്പോൾ എനിക്കൊരു പന്തികേട് തോന്നി. പുള്ളിക്ക് കാണാൻ സാധ്യതയുള്ള ഒരു കള്ളത്തരവും ഞാൻ കാണിച്ചിട്ടില്ല, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അറിയപ്പെടുന്ന കള്ളനായിരുന്നു എൻ്റെ വീട്ടിൽ. അത്യാവശ്യം നല്ല മോഷണമൊക്കെ നടത്തുന്ന ആളായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അന്നൊരു മോഷണം നടത്തിയിട്ടില്ല. ഞാൻ തരുമ്പോൾ വടിയൊക്കെ ആയിട്ട് അപ്പം നിൽക്കുന്നു. സ്ഥിരമായിട്ട് അടി കിട്ടുന്നതുകൊണ്ട് എനിക്കത് വലിയ കഥയൊന്നും അല്ല. പക്ഷെ അന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പൻ എൻ്റെ കയ്യെ പിടിച്ചിട്ട് അവിടെ ഇരുന്നൊരു തെങ്ങിൽ വലിച്ചു കെട്ടി, എൻ്റെ കൈ തെങ്ങ് കെട്ടി. ഞാൻ സാധാരണ ഓടും, ഞങ്ങൾ തമ്മിലുള്ള ഓട്ട മത്സരമാണ് അടി എന്നൊക്കെ പറയുന്നത്. തെങ്ങി പിടിച്ച് കെട്ടിയിട്ട് പൊതിരത്തല്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ഇയാൾ എന്തിനാണ് അടിക്കണേ. കാരണം ഇയാൾക്ക് അറിയാൻ പറ്റുന്ന ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ലെന്നേ, ഇയാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു തെറ്റ്. അവസാനം എന്നോട് അപ്പൻ ചോദിച്ചേടാ, ഇന്നേ വരെ ഞാനൊരു വീഡിയോ വിളിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇയാൾ എങ്ങനെ ഇത് കണ്ടുപിടിച്ചു? ഇയാൾക്ക് ഇതെങ്ങനെയാണ്? അന്ന് ക്യാമറയും CCTV ഒന്നും ഇല്ലാത്തൊരു കാലമാണ്. എന്നതായാലും എനിക്കിട്ട് അടി കിട്ടിയ വീഡിയോ വിളിച്ച് എല്ലാവരുടെയും വീട്ടിൽ അടി കിട്ടിയെന്നാണ് പിറ്റേ ദിവസത്തെ വാർത്ത. കാരണം ഇത്രയേ ഉള്ളായിരുന്നു. ഞങ്ങൾ ഇതിനകത്ത് കയറി വീഡിയോ വലിക്കുന്നത് ആ ദൂരെ വഴിയിലൂടെ നടന്നു പോയ ഒരു ചേട്ടൻ കണ്ടു. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലൊരു ചേട്ടൻ കണ്ടു. ആ ചേട്ടനത് വീട്ടിൽ പോയി പറഞ്ഞു കൊടുത്തു. അയാളെ കൊല്ലാൻ വേണ്ടി ഞങ്ങൾ ഒത്തിരി കാലം നടന്നു. പക്ഷെ അദ്ദേഹം മരിച്ചിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഞാൻ വിചാരിക്കുന്നു, എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പനെയും എൻ്റെ അമ്മയെയും പോലെ എന്നെ കരുതാൻ സാധ്യതയുള്ള ധാരാളം ആളുകളുടെ ഇടയിലാണ് ഞാൻ ജീവിച്ചത്. പക്ഷേ സുഹൃത്തെ, നിന്റെ ജീവിതത്തിൽ നിന്നെ നോക്കാൻ ആരുമില്ലെന്നുള്ളതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം, നിനക്ക് തോന്നുന്നിടത്തൊക്കെ പോകാം, നിനക്ക് തോന്നുന്ന പോലെ ഒക്കെ ജീവിക്കാം, തോന്നുന്നതിൻ്റെ ഒക്കെ പുറകെ പോകാം, തോന്നുന്ന പണികളൊക്കെ ചെയ്യാം. നീ എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും എന്ത് ചെയ്താലും. ഒരിക്കലും ഇങ്ങനെ പേരൻസുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനിൽ ഒരു പേരൻറ്റ് പറഞ്ഞു, എൻ്റെ കൊച്ച് എന്നെ ഇപ്പോൾ വർത്താനം പറയുന്നില്ല, അവനിപ്പോൾ ഭയങ്കര പുറത്തേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, അവൻ എൻ്റെ കൂടെ ജീവിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവൻ എപ്പോഴും പുറത്തേക്ക് പോകണമെന്നാണ് അവൻ ആഗ്രഹം പറയുന്നത്. അപ്പം ഞാൻ അപ്പനോട് പറഞ്ഞു, നിങ്ങളുടെ മക്കൾ ഇനി നിങ്ങളോട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അവരെ 3ാം ക്ലാസ്സിൽ കൂടുതൽ പഠിപ്പിക്കരുത്. അല്ലേ, 3ാം ക്ലാസ്സിൽ കൂടുതൽ പഠിച്ചവർ രക്ഷപ്പെട്ടു. ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ ജീവിക്കുന്ന സാധ്യതയുള്ളൊരു ലോകത്തിലാണ്. നമ്മുടെ ചുറ്റും കാണുന്നതൊക്കെ ഒരു ഹീറോയിസമാണ്. ഞാൻ ഇതുപോലെ ഒരു +2 ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രേമങ്ങളുണ്ടോ? അവിടെ എല്ലാവരും പറഞ്ഞു, പിന്നെ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രേമമുണ്ട്. ഞാനിങ്ങനെ ഈ സൈഡിൽ ഇപ്പോൾ ആ ബാഡ്ജിലേക്ക് നോക്കിയിരിക്കുന്ന ആ മകനില്ലേ, അനിയനില്ലേ, അവനെ പോലെ ഒരാളെ കണ്ടൊരു പാവം പിടിച്ച് ചേർക്കാൻ. അവൻ ഇപ്പോഴും ബാഡ്ജിൽ നിന്ന് കണ്ടെടുത്തിട്ടില്ല. അവൻ്റെ പേരിങ്ങനെ ആസ്വദിക്കുകയാണ്. ഓക്കെ, അവനെ പോലെ ഒരു പയ്യനെ കണ്ടു. ഞാനൊരു ബ്രേക്കിൽ ആ പയ്യനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു, നിനക്കുണ്ടോടാ പ്രേമം? പിന്നെ എനിക്കും പ്രേമമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിന്നെ കണ്ടാൽ പ്രേമിക്കാനുള്ള ശേഷിയില്ലല്ലോ, നീ എന്തിനാണ് പ്രേമിക്കുന്നത് ചോദിച്ചു. അപ്പോൾ അവനോട് വളരെ സങ്കടത്തോടെ പറഞ്ഞു, എനിക്ക് പ്രേമിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല, പക്ഷേ എൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമമുണ്ട്. ഞാനെങ്ങാനും പ്രേമിച്ചില്ലെങ്കിൽ ഇവന്മാരെല്ലാവരും പറയും ഞാൻ ആണല്ലെന്ന്. എനിക്ക് സങ്കടം വന്നു. ആണാണെന്ന് തെളിയിക്കാനുള്ളൊരു ഓപ്ഷനാണോ പ്രേമം? അല്ലേ? പലരും പറയുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ ഇങ്ങനെ കുറേ പെൺകുട്ടികൾ ഇരുന്ന് പറയുന്നു, മാസ്റ്റർബേഷൻ എനിക്ക് എൻ്റെ സ്ത്രീത്വത്തെ ഉണർത്തി. അടിപൊളി അല്ലേ? സ്ത്രീത്വത്തെ ഉണർത്തണമെങ്കിൽ മാസ്റ്റർബേഷൻ ചെയ്യണം. അതിങ്ങനെ ലക്ഷക്കണക്കിന്, ഞാനടക്കം ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു. ആരൊക്കെയാണ് നിങ്ങളെ ഈ നുണകൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത്? ആരൊക്കെയാണ് നിങ്ങളെ ഈ നുണകൾ പറഞ്ഞ് പറ്റിക്കുന്നത്? അല്പം കഞ്ചാവ് വലിക്കുന്നതൊരു പുതിയ കഥയല്ല. അല്പം മദ്യപിച്ചില്ലെങ്കിൽ ആണല്ലെന്ന് തോന്നിപ്പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കണം. തിരിച്ചറിയുക, അതൊന്നുമില്ലാതെ, ചിലർ പറയുന്നത് എനിക്കൊരു കിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാ, ഒരു രസം കിട്ടാൻ വേണ്ടിയിട്ടാ, എനിക്ക് പഠിത്തു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാ, ഒരു എൻജോയ്മെൻറ്റിനാണ് ഞാനിതിനൊക്കെ പോകുന്നത്. സുഹൃത്തെ, ആർ യു ഡെയർ ടു സീ another life without any of the substance? You can enjoy the life in its fullness. ഇതൊന്നുമില്ലാതെ നിന്റെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ സഹായിക്കുന്ന മറ്റൊരു ജീവിതത്തെക്കുറിച്ചിട്ടാണ് ഈ 5 ദിവസങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും അല്പമൊക്കെ മദ്യപിക്കുന്ന, എൻ്റെ ഒരു ചെറിയ പ്രീ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്താണ് അല്പം എന്തെങ്കിലും മദ്യപിച്ചുള്ളൂ. അതിനുശേഷം ഞാനിതുവരെ മദ്യം കഴിച്ചിട്ടില്ല. ഈ സെക്കൻഡ് വരെ എൻ്റെ ജീവിതത്തിൽ മദ്യം ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഞാൻ അത് മിടുക്കായിട്ടൊന്നും പറയാൻ ശ്രമിക്കുന്നതല്ല, പക്ഷേ എൻ്റെ ഓരോ സെക്കൻഡിലും
എൻ്റെ ജീവിതത്തിൽ ഓരോ സെക്കൻഡും ഞാൻ അതിയായി ആസ്വദിച്ചാണ് ജീവിക്കണേ. ബോധത്തോടു കൂടി എങ്ങനെ അബോധാവസ്ഥയിൽ ജീവിക്കാം എന്ന് ധാരാളം ചെറുപ്പക്കാർ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മളെ. ഞാൻ പറയുന്നത് എല്ലാം ഹീറോയിസം അല്ല, എല്ലാം ഹീറോയിസം അല്ല. ഇത് കാണിച്ചാലേ ഹീറോ ആകൂ എന്ന് നിങ്ങളെ ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നുണയാ. നമ്മുടെ ചുറ്റും കാണുന്ന ആളുകളെ, നമ്മുടെ മുമ്പിലുള്ള സ്ത്രീകളെ, നമ്മുടെ ക്ലാസ്സിലുള്ള സുഹൃത്തുക്കളെ, ഇത് സ്ത്രീകളും പുരുഷന്മാരും സെപ്പറേറ്റ് അല്ല. ഇപ്പോൾ പല ആമ്പിള്ളേരും പറയുന്ന പരാതി, ദൈവമേ എനിക്ക് വഴി നടക്കാൻ മേലാത്ത അവസ്ഥയായി. പണ്ടൊക്കെ ആമ്പിള്ളേരായിരുന്നു പെമ്പിള്ളേരെ പ്രപ്പോസ് ചെയ്യുന്നത്, ഇപ്പം നേരെ തിരിച്ചെന്ന് പറയണു. ഉള്ള ആണോ? ചില സുന്ദരന്മാരെ ആമ്പിള്ളേർക്ക് ഇപ്പോൾ വീട്ടിലിരിക്കാൻ മേലാത്ത അവസ്ഥയാണ് അല്ലേ? ശരിയല്ലേ? അങ്ങനെയല്ലേ? പുരുഷന്മാർക്ക് എന്ത് തോന്നുന്നു അല്ലേ? പ്രേമത്തിനൊന്നും ഒരു മൂല്യമില്ലാതായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. അവൻ പ്രേമിക്കുന്ന പെങ്കൊച്ച് വേറെ 5 പുരുഷന്മാരുമായിട്ടും കൂടെ പ്രേമത്തിലാണത്രേ. എനിക്ക് ആ മിടുക്കി ഒന്ന് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. എങ്ങനെ പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് അറിഞ്ഞുകൂടാ. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഇതിനെയൊക്കെയാണോ മിടുക്കെന്ന് വിളിക്കുന്നത്? ക്ലാസ് റൂമിൽ കഞ്ചാവടിച്ച് കിറുങ്ങിയിരിക്കുന്നതിനെയാണോ ആണത്തം എന്ന് വിളിക്കുന്നത്? ഏതെങ്കിലുമൊക്കെ പെൺപിള്ളാരെ വഞ്ചിച്ച് അവളുടെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിനെയാണോ മിടുക്കെന്ന് വിളിക്കുന്നത്? ഐ ഡോണ്ട് നോ. നമുക്കിഷ്ടമില്ലാത്ത ആരെ വേണമെങ്കിലും ചൂഷണം ചെയ്യാൻ കൂട്ടുനിന്നിട്ട് അതിനെ വലിയ സംഭവമായി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിനെയാണോ നിങ്ങൾ മിടുക്കെന്ന് വിളിക്കുന്നത്? അതിനെയാണ് അങ്ങനെ വിളിക്കുന്നതെങ്കിൽ അത് വെറും നാണം കെട്ട പരിപാടിയാണ്. ദാറ്റ് ഈസ് ഷെയിം. കാരണം ഈ ഭൂമിയിൽ, ഞാൻ ഒരാളെ ചോദിക്കട്ടെ, എന്താ പേര്? മെൽവിൻ. മെൽവിൻ ഒന്ന് എഴുന്നേറ്റിരിക്കാമോ? ഇങ്ങോട്ട് വരാമോ? ഒറ്റ സെക്കൻഡ്. ഞാൻ മെൽവിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിടാം. നിങ്ങളുടെയൊക്കെ റെപ്രസെൻറ്റേഷനാണ് മെൽവിൻ. മെൽവിൻ എവിടെ, എന്താ ചെയ്യുന്നത്? മാവേലിക്കര വീട്. പഠിക്കുന്നുണ്ടോ അതോ പഠിച്ചു കഴിഞ്ഞു? മെൽവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണം, മെൽവിൽ ഞാനൊരു 3 പ്രത്യേകതകൾ കാണുന്നുണ്ട്. ഒന്ന്, ഈ ഭൂമിയിൽ എത്ര കോടി ആളുകളുണ്ട്? എത്ര കോടി ആളുകളുണ്ട് ഭൂമിയിൽ? ഇന്ത്യയിൽ എത്ര പേരുണ്ട്? പോട്ടെ, ഭൂമി വിട്. 130 കോടി, 120 കോടി, 21 കോടിയുണ്ട് ഇന്ത്യയിൽ. എത്ര ലോട്ടെ? 100 കോടി എന്ന് വയ്ക്കാം. 100 കോടി ആളുകളുണ്ട് ഇന്ത്യയിൽ. പക്ഷേ ഈ 100 കോടി ആളുകളിൽ ഒരാൾ പോലും മെൽവിനെ പോലെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ അത്ഭുതം. ഒരാൾ പോലും മെൽവിനെ പോലെ ഇല്ല. രണ്ടാമത്തെ അത്ഭുതം, എനിക്കറിഞ്ഞുകൂടെ എത്ര 1000 കോടി ആളുകൾ ഈ ഭൂമിയിൽ മരിച്ചു പോയിട്ടുണ്ടാവും ജനിച്ചിട്ട്. ഒരു കാര്യത്തിൽ ഒരു സംശയവുമില്ല, ഇന്നേ വരെ ഒരാൾ പോലും ഈ ഭൂമിയിൽ മെൽവിനെ പോലെ ജനിച്ച് മരിച്ചിട്ടില്ല. സയൻസ്, ബയോളജിക്കൽ സയൻസ് പ്രൂവ് ചെയ്ത സത്യമാണ്. മൂന്നാമതൊരു കാര്യം കൂടെ എനിക്കറിയാം, ഇനി ഈ ഭൂമിയിൽ മെൽവിനെ പോലെ ഒരാൾ ജനിക്കാൻ പോകുന്നില്ല. There is nobody else in this world is going to born like Melvin. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു മഹാത്ഭുതമാണ് മെൽവിൻ. സംശയമുണ്ടോ? അറിഞ്ഞുകൂടാ. മെൽവിൻ ഒരു മഹാത്ഭുതമാണെങ്കിൽ മെൽവിൻ്റെ അടുത്തിരിക്കുന്നയാളും അങ്ങനത്തെ ഒരു അത്ഭുതമാവുന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. ഇത്രയും അത്ഭുതകരമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന, ഇത്രയും മനോഹരമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ അടുത്തിരിക്കുന്ന ആളെ മ്ലേച്ഛമായി ചിത്രീകരിക്കാൻ നീ ശ്രമിക്കുമ്പോൾ നിനക്ക് കൊടുക്കുന്ന വില എത്ര താഴെയാ? നിനക്ക് കൊടുക്കുന്ന വാല്യൂ എത്ര മോശമാണ്? നിന്നെ കാണുന്നത് പോലെയാ അടുത്ത് നിൽക്കുന്ന ആളെ കാണുക. നിനക്ക് കൊടുക്കുന്ന വാല്യൂവാ നിനക്ക് ചുറ്റുമുള്ള എന്തിനും കൊടുക്കുന്നത്. എപ്പോഴാണോ നിനക്ക് വാല്യൂ കുറഞ്ഞു പോകുന്നത്, നിനക്ക് ചുറ്റുമുള്ളതിനെല്ലാം വാല്യൂ കുറഞ്ഞു പോകും. മെൽവിൻ ഒരിക്കൽ പോലും ഈ ഭൂമിയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന, ദൈവത്തിന് ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കൈത്തെറ്റല്ല. ദൈവം ഒരിക്കൽ മാത്രം സൃഷ്ടിക്കുന്ന ഒരു മഹാത്ഭുതമാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ മെൽവിനോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു സാധാരണക്കാരനായിട്ടല്ല, ഒരു സാധാരണക്കാരിയായിട്ടല്ല. നിന്റെ അടുത്തിരിക്കുന്ന ആളെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയല്ല. ഒരു കൈ ഒന്ന് ഷേക്കാൻ കൊടുക്കാൻ അടുത്തിരിക്കുന്ന ആൾക്ക് വെറുതെ അയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ നീ ഒരു അത്ഭുതമാണെന്ന് പറയുമ്പോൾ ഒന്ന് മീൻ ചെയ്യണം കേട്ടോ, ഒന്ന് അർത്ഥം വയ്ക്കണം. താങ്ക് യു മെൽവിൻ, താങ്ക് യു സോ മച്ച്. ആ ഒരു അത്ഭുതത്തിനെയാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായ സുഖത്തിന് വേണ്ടി, രസത്തിന് വേണ്ടി
ഞാൻ ഉപയോഗിക്കുന്നത്. പ്രേമിക്കുന്നത് തെറ്റാണോ? എന്ത് തോന്നുന്നു? പ്രേമിക്കുന്നത് തെറ്റാണോ? ബ്യൂട്ടിഫുൾ. എൻ്റെ അതേ കാഴ്ചപ്പാടാണ് നിങ്ങൾക്കും. ഒരിക്കലും തെറ്റല്ല പ്രേമിക്കുന്നത്. കാരണം ഒരാളുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ എക്സ്പ്രഷനാണ് പ്രണയം. ദൈവം സ്വപുത്രനെ നൽകാൻ തക്കവിധം ഈ ലോകത്തെ അത്രമാത്രം പ്രേമിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചുറ്റുമുള്ളതിനെ ഓരോ പൂക്കളെയും, ഞാൻ ഈ ഭൂമിയിൽ കാണുന്ന ഓരോ ചെടികളെയും പൂക്കളെയും കാണുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന സുന്ദരികളായ പെൺകുട്ടികളെ കാണുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന വളരെ ഹാൻസമായ ആൺകുട്ടികളെ കാണുമ്പോൾ ദൈവത്തിന് ഈ ഭൂമിയോട് എന്തുമാത്രം പ്രണയമാണെന്ന് ഞാൻ ഓർക്കും. പ്രേമിക്കുന്നതിലൊന്നും തെറ്റില്ലെന്നാണ് ഞാൻ വിചാരിക്കണേ. പക്ഷെ എൻ്റെ പ്രശ്നം എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്നുള്ളതാണ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ആ സമയത്തിന് മുൻപ് നമുക്കറിയാം, ഒരു ചെടി പൂക്കാനൊരു കാലം, അത് കായ്ക്കാനൊരു കാലം, അത് മൂക്കാനൊരു കാലം, അത് പഴുക്കാനൊരു കാലം. നിങ്ങളോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് എനിക്കറിയാം, എന്നാലും പറയാൻ ശ്രമിക്കുകയാണ്. പഴുക്കുന്നതിന് മുൻപ് ചെറിയ ഫലമായിരിക്കുമ്പോൾ അതിനെ പറിച്ചെറിയാൻ ശ്രമിക്കരുത്. ഞാനിങ്ങനെ ഒരു ചെറിയ ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഭാര്യയുടെ പേര് നീതു എന്നാണ്. ഞങ്ങൾക്ക് 3 മക്കളാണ്. മൂത്തയാളുടെ പേര് അനോര, അവൾക്ക് 5 വയസ്സായി. രണ്ടാമത്തെ ആളുടെ പേര് അലോന, അവൾക്ക് 2 വയസ്സായി. മൂന്നാമത്തെ ആളുടെ പേര് ആദം, അവന് 4 മാസമായി പ്രായം. അപ്പം നീതു ഒരു ദിവസം രാവിലെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്കൊരു നല്ല ചോക്ലേറ്റ് തന്നു. ഒരു നല്ല ഡയറി മിൽക്ക് സിൽക്ക് തന്നു. ഞാൻ ഈ ചോക്ലേറ്റുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ്, പോക്കറ്റിലാണ് ഉള്ളത്, തിരിച്ചു വരുമ്പം കഴിക്കാം എന്ന വിചാരത്തിലാണ്. നമുക്ക് ഇങ്ങനെ തിരിച്ചു പറയും. ഞാൻ കടയിൽ സാധനം മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പോകുന്ന സമയത്ത് നീതു എന്നോട് പറഞ്ഞു വിട്ടു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ ഭൂമിയിലെ ആളാണ് നീതു, എനിക്കൊരു ചോക്ലേറ്റ് വേണം. അപ്പം ഞാൻ എന്ത് ചെയ്തു? കടയിൽ പോയി ഞാൻ എല്ലാ സാധനവും മേടിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചോക്ലേറ്റ് മേടിച്ചു. ഈ പറഞ്ഞ സിൽക്ക് എന്ന് പറഞ്ഞ ചോക്ലേറ്റ് മേടിച്ചു. ഞാൻ അതുകൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് നടക്കുക. ഞാനിങ്ങനെ വരുന്ന സമയത്ത്, വീടിനടുത്തെത്താറായപ്പോൾ, ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനത് ചെയ്യുന്നത്. ഞാനിങ്ങനെ വരുന്ന സമയത്ത്, മോളുടെ പേര് സോഫിയ, ഇവിടെ സോഫിയ ഉണ്ട്. പ്രോഗ്രാം ഞാനിങ്ങനെ വരുന്ന സമയത്ത് സോഫിയെ വഴിവെച്ച് കണ്ടു എന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ ക്ലാസ്സിലെക്കുന്ന പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന ആരും എന്നെ കാണുമ്പോൾ തിരിഞ്ഞു നോക്കാറില്ല. പക്ഷേ സോഫി എന്നെ കണ്ടപാട് ഓടി വന്നിട്ട് പറഞ്ഞു, ചേട്ടൻ ഓർമ്മയുണ്ടോ, ഞാനന്ന് അവിടെ നമ്മുടെ അനന്തപുരി യൂത്തിൻ്റെ പ്രോഗ്രാമിലുണ്ടായിരുന്നു, എൻ്റെ പേര് സോഫിയ എന്നാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. എനിക്ക് സന്തോഷമായി, നമ്മളെ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ സോഫി എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ചോക്ലേറ്റ് കണ്ടു. സോഫിയ എന്ന് പറഞ്ഞ ചോക്ലേറ്റ് കൊതിച്ചിയാണ്. സോഫിയ ചോദിച്ചു, ചേട്ടാ അല്പം ചോക്ലേറ്റ്, ആ ചോക്ലേറ്റിങ് തന്നേക്കാവും. ഞാൻ പറഞ്ഞു, തരില്ല, കാരണം ഇത് നീതുവിനുള്ളതാണ്. അവൾ എന്നെ വല്ലാതെ നിർബന്ധിച്ചു, വല്ലാതെ ടെംപ്റ്റ് ചെയ്തു. എൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഒരു കഷ്ണം ചോക്ലേറ്റ് ഒടിച്ച് സോഫിയെ കൊടുത്തു. ഞാൻ വീണ്ടും മുമ്പോട്ട് നടന്നു. അപ്പോഴാണ് ആരെ കാണുന്നത്? ഏഞ്ചലിനെ കാണുന്നത്. ഏഞ്ചൽ ആരാ കള്ളിന്നറിയോ? ആരുടെ കയ്യിലെ ചോക്ലേറ്റും അടിച്ചു മാറ്റും ഏഞ്ചലും എൻ്റെ പോക്കറ്റിലെ ചോക്ലേറ്റ് കണ്ടു. ഞാൻ മനസ്സില്ലാ മനസ്സോടെ അടുത്ത ഭക്ഷണം ചോക്ലേറ്റ് ഏഞ്ചലിന് കൊടുത്തു. വീണ്ടും മുമ്പോട്ട് വരുമ്പോൾ ആരെ കണ്ടു? യേശുദാസിനെ കണ്ടു. യേശുദാസ് ഇവിടെ ഉണ്ടല്ലേ? യേശുദാസിനെ കണ്ടു. യേശുദാസും അടുത്ത പീസ് ചോക്ലേറ്റ് ഒടിച്ചു മാറ്റിച്ചു. അവസാനം ഒരു കഷ്ണം ചോക്ലേറ്റ് ഉണ്ട്. വീടടുത്തെത്താറായപ്പോൾ ഞാൻ ഓസ്റ്റിനെ കണ്ടു. ഓസ്റ്റിനെ കണ്ടപ്പോൾ ഓസ്റ്റിൻ വളരെ ബുദ്ധിപൂർവ്വം, വളരെ തന്ത്രപൂർവ്വം എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന അവസാനത്തെ കഷ്ണം ചോക്ലേറ്റുമായിട്ട് പോയി. ഞാൻ വീട്ടിലേക്ക് എത്തുന്നു. നീതു വാതിൽക്കൽ കാത്തു നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ചോക്ലേറ്റിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുക. അവൾ വീടിനെത്തുന്ന വാതിൽ തുറന്ന് അകത്ത് കയറുമ്പോൾ അവളുടെ ഒരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും ചോദിച്ചാൽ അത് കിട്ടിയില്ലെങ്കിൽ പരിക്കാത്ത് കയറ്റില്ല. എന്തായാലും ആട്ടെ, ഡോറ് തുറന്ന് അകത്ത് കയറുന്നപ്പോൾ അവളോട് ചോദിച്ചാൽ എവിടെ ചോക്ലേറ്റ്? ഞാൻ അഭിമാനപൂർവ്വം എടുത്ത് നീട്ടി. എന്ത്? റാപ്പർ. എനിക്ക് നിങ്ങളോട് പറയാൻ, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നുള്ള നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. സുഹൃത്തെ, നിന്റെ മുഴുവൻ ചോക്ലേറ്റിനും അവകാശമുള്ള ആൾക്ക് കവർ കൊടുത്താൽ പോരാ. നിന്റെ മുഴുവൻ ചോക്ലേറ്റിനും അവകാശമുള്ള ആൾക്ക് കവർ കൊടുത്താൽ പോരാ. അവർക്ക് മുഴുവൻ ചോക്ലേറ്റിനും അവകാശമുണ്ട്. നിനക്ക് എത്ര സൗഹൃദം വേണേലും ആകാം, എന്തുമാത്രം സ്നേഹപ്രകടനത്തിലേക്കും പോകാം, നിനക്ക് കൂട്ടുകൂടാം, കൈപിടിക്കാം, തോളത്ത് കൈയിടാം, ഇതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇതൊരു ക്രിസ്ത്യാനിക്ക് മാത്രം മനസ്സിലാവുന്നതാണ് കേട്ടോ. ഇതൊരു ക്രിസ്ത്യാനിക്ക് മാത്രം മനസ്സിലാവുന്നതാണ്.
നിന്റെ കയ്യിലെ മുഴുവൻ ചോക്ലേറ്റിൻ്റെയും അവകാശിക്കല്ലാതെ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനുള്ളതല്ല. കണ്ട കുപ്പത്തൊട്ടിയിലും കണ്ട പന്നിക്കൂട്ടിലും കണ്ട പശുത്തൊഴുത്തിലും ഇടാനുള്ളതല്ല നിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അത് കൊണ്ടു നടന്ന് ചേർത്ത് പിടിച്ച് അത് വളരെ സ്നേഹത്തോടെ തിരിച്ചു കൊടുക്കാനുള്ളത്. എനിക്കറിഞ്ഞുകൂടാ, ഇവിടെ പലർക്കും മിസ്സായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. സ്നേഹം ചിലത്തെങ്കിലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ദിവസങ്ങൾ നിന്നോട് പറയുന്നു, നിനക്ക് തിരിച്ചു വരാനൊരു ഓപ്ഷൻ ഉണ്ട്. യു ഗോട്ട് ആൻ ഓപ്ഷൻ ടു കം ബാക്ക്. சாபங்கள் நீக்கவே பூலோகம் வந்தாரையா, மனிதனை மீட்கவே பரலோகம் திறக்கவே சிலுவையை சுமந்தாரையா, கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா, கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. Everybody, தங்கத்தை கேட்கவில்லை, வைரத்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா, ஆஸ்திய கேட்கவில்லை, அந்த சத்த கேட்கவில்லை, உள்ளத்தை கேட்டாரையா. நான் தேடி போகவில்லை, என்னை தேடி வந்தாரையா, நான் தேடி